ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറെ ഹബീബ് മജ്ലിസിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട്, ഏറ്റവും വലിയൊരു നിഅമത്ത് പോലെ ആ നൂറെ ഹബീബ് മജ്ലിസിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഉള്ളൊരു സംഭവം ഇന്ന് നൂറെ ഹബീബ് തങ്ങൾ പറയുകയുണ്ടായി. 1 കോടി രൂപയോളം കടത്തിലായിട്ട് വീട് വിൽക്കാനും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വളരെ വിഷമിച്ചു വന്നൊരു കുടുംബം നൂറെ ഹബീബ് മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ ഒരു കടം ഏറെ കൂടുതലും അവർക്കത് വീടൊന്നും വിൽക്കാതെ തന്നെ അതിൻ്റെ ഒരു 15%-ലധികം 50% അവരതിൽ നിന്ന് റിമൂവ് ആയ ഒരു സംഭവം പറയുന്നുണ്ട്. എല്ലാവരും തങ്ങൾ തന്നെ പറയുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കേൾക്കുക. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മനസ്സൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റട്ടെ. സന്തോഷവും സമാധാനം അള്ളാഹു നൽകട്ടെ. കേട്ടോ, ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കാൻ ഇന്ന് നയന മനോഹരമായ ഒരു ഫളിലാണ് പറയാനുള്ളത്. നയന മനോഹരം എന്ന് പറഞ്ഞാൽ നയന മനോഹരം 1 കോടി രൂപയോളം കടാണ് ഒരു കുടുംബത്തിൽ. ഇത്ര 1 കോടി അങ്ങനെ വീട് വെച്ചിട്ട് ഇങ്ങനെ കടം വീട്ടാൻ വേണ്ടി കുടുംബം ഇവിടെ വന്നു. അവരോട് ഞാൻ പറഞ്ഞു, സ്വലാത്തുൽ ഫാത്തിഹ 2 നേരം കേൾക്കും എന്ന് അല്ലാഹു റഹ്മത്ത് ചെയ്യുന്ന കടം കൊണ്ട് വലഞ്ഞൊരു കുടുംബം, കടം കൊണ്ട് വലഞ്ഞൊരു കുടുംബം വളരെ വിഷമത്തിലാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ അവിടത്തേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാകമാർ ഇറക്കി കൊടുത്തൊരു കഥയാണ്. 1 കോടി കടത്തില് പകുതി മുക്കാല് കടവും എന്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിൽ കൊടുത്തൊരു കഥ. നയന മനോഹരമായ മോതിരമായിട്ട് കുടുംബം ഇവിടെ വന്നിരുന്നു. വളരെ സന്തോഷം. നയന മനോഹരമായ ഫള് പറയാണ്, നയന മനോഹരമായ ഫള് പറയാണ്. സുബ്ഹാനല്ലാഹ്. അറിയോ, ഒരു കുടുംബം ഇങ്ങനെ കാണാൻ വന്നിരുന്നു. മേലെ കുടക്കാടിന്റെ മുറ്റത്ത് ചെല്ലുന്നത് സ്വലാത്താണ്. എന്നോട് പുറത്തങ്ങളെ കോടികൾ കടാണ്, സമാധാനമില്ല. കോടികൾ കടാണ്, സമാധാനമില്ല. വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഇവിടുന്ന് വെക്കണം, അവിടുന്ന് ദ്വാരിക്കണം. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട. അപ്പോ അങ്ങനെ കടങ്ങൾ വീടുന്നില്ല. അങ്ങനെ മേലെ കുടക്കാടിന്റെ മുറ്റത്ത് വന്നു. 2 നേരം എന്നോട് പറയാ, 2 നേരം മജൂസ് കേൾക്കുന്നുണ്ട്. ഇപ്പൊ മിനിങ്ങാനും ഒരു മോതിരായിട്ട് വന്നിട്ട് പറയാ, നിങ്ങളിപ്പോ എന്റെ വീടൊന്നും വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കേട്ടോ. നോക്കി.